ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധത്തിൻ്റെ ഭാഗമായി ലോകമെങ്കും ആശങ്കകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോകുന്നത്. യുദ്ധം തുടർന്നാൽ ലോകത്താകെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ സൂചനയും നമുക്കിന്ന് കാണാം. യുദ്ധം തുടങ്ങി ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യുദ്ധം തുടർന്നാൽ ഇറാൻ എങ്ങനെ പിടിച്ചു നിൽക്കും, അതുപോലെ ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഇറാൻ്റെ സൈനിക മേഖലകൾ തകർത്തിട്ടും ഇറാൻ എങ്ങനെ തിരിച്ചടിക്കുന്നു, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എങ്ങനെ ശക്തിയാവുന്നു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങളുടെ തുടക്കമുണ്ടാവുന്നത് ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണെന്ന് നിസ്സംശയം പറയാം. പേർഷ്യൻ ഗൾഫ് ഒട്ടനവധി രാജ്യങ്ങൾക്ക് നിർണായകമായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എന്ത് തടസ്സവും ലോകത്തിനെ ആകെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇറാൻ്റെ നിർണായക ശ്രദ്ധ ഈ മേഖലയിൽ പതിയുകയുണ്ടായി. അപ്രകാരം ഇറാനെ ആരെങ്കിലും ആക്രമിച്ചാൽ ലോകത്തിനാകെ അതൊരു പ്രതിസന്ധിയായി മാറും എന്നൊരു ആശയം ഇറാനിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ അടയാളമാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ തടസ്സവും ലോകമിന്ന് കാണുന്നതുമൊക്കെ. പേർഷ്യൻ ഗൾഫിൽ 1980-88 കാലത്ത് ഉണ്ടായ യുദ്ധത്തിൽ ഇറാൻ്റെ 2 നാവിക വിഭാഗവും പോരടിച്ചെങ്കിലും IRGCNൻ്റെ ചെറിയ ബോട്ടുകളിലുള്ള വേഗമേറിയ ആക്രമണങ്ങളായിരുന്നു കൂടുതൽ ഫലപ്രദമായത്. ശക്തരായ എതിരാളികൾക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള അസിമെട്രിക് വാർഫെയർ കൂടുതൽ മികച്ചത് എന്ന നിലയിലേക്ക് ഇറാൻ വരികയുണ്ടായി. ഇറാൻ്റെ അസിമെട്രിക് വാർഫെയറിനെ പല രീതിയിൽ നോക്കിക്കാണാം. ഒന്ന്, സ്വാഭാവികമായ പരമ്പരാഗത ആയുധങ്ങൾ തന്നെ അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പൽ പാതയിൽ നേരിട്ട് മൈനുകൾ സ്ഥാപിക്കുക. ശക്തിയേറിയ എതിരാളികൾക്ക് നേരെ ചെറിയ ബോട്ടുകളുടെ വേഗത, നിയന്ത്രണക്ഷമത, മറഞ്ഞിരിക്കാനുള്ള കഴിവ് എന്നിവ ഉപയോഗപ്പെടുത്തി വലിയ യുദ്ധക്കപ്പലുകളുടെ ദൗർബല്യത്തെ പരമാവധി ഉപയോഗിക്കുക. ഒരേ സമയം ഒട്ടനവധി കുഞ്ഞൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരൊറ്റ ലക്ഷ്യത്തെ ആക്രമിച്ച് തകർക്കുക തുടങ്ങി പല രീതിയിൽ നമുക്ക് അസിമെട്രിക് വാർഫെയറിനെ നോക്കിക്കാണാം. അതായത് വലിയ ശക്തികളെ നേരിടാനായി ഇറാൻ പുതിയൊരു രീതി തന്നെ ആവിഷ്കരിച്ചു എന്നതാണ്. ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രം ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് തന്നെ നടപ്പിൽ വരുത്തിയിരുന്നു. പ്രധാനമായും ടാങ്കർ വാർ സമയത്തായിരുന്നു ഇത് നടന്നത്. പേർഷ്യൻ ഗൾഫ് തീരത്തോട് ചേർന്ന് ഇറാൻ ഒരു പ്രത്യേക മേഖല അഥവാ എക്സ്ക്ലൂഷൻ സോൺ പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടെ ഇറാൻ്റെ അല്ലാത്ത കപ്പലുകൾക്ക് ഈ മേഖല ഒഴിവാക്കി സഞ്ചരിക്കേണ്ടി വന്നു. അതോടെ ഈ മേഖലയിലെ കടൽ ഗതാഗതം ഒരു ചെറുപാതയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഇത് ഇറാന് ശത്രുക്കളെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും സ്വന്തം തീരങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള മേഖലകളിൽ മൈനുകൾ സ്ഥാപിക്കാനുമൊക്കെ അവസരം നൽകി. ടാങ്കർ വാർ സമയത്ത് ഇറാനും ആദ്യം പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ആക്രമണമൊക്കെ നടത്തിയത്. കപ്പലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും തോക്കുകൾ ഉപയോഗിച്ചും തീരമേഖലകളിൽ നിന്ന് മിസൈലുകൾ അയച്ചുമൊക്കെ അവർ അന്ന് ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലെ വിജയം വളരെ കുറവായിരുന്നു. അതോടെ ചെറുതും വേഗമേറിയതുമായ ആക്രമണ ബോട്ടുകൾ ഉപയോഗിച്ച് അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഹിറ്റ് ആൻഡ് റൺ എന്ന രീതിയിൽ ഇറാൻ പ്രയോഗിക്കുകയും അത് വലിയ വിജയമാകുകയും ചെയ്തു. യുദ്ധകാലത്ത് അമേരിക്കയുടെ ഇടപെടലും ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസും ഒക്കെ നടന്നതോടെ സാങ്കേതികമായി ഇറാൻ പിന്നോക്കം നിൽക്കുകയാണെന്നും പരമ്പരാഗതമായ നാവിക യുദ്ധത്തിൽ ഇറാന് ഒരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുന്നതും അതോടെ പ്രധാനമായും അവർ ഗറില്ല തന്ത്രത്തിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് സമയത്ത് ഇറാൻ്റെ വോസ്പർ ക്ലാസ് കോർവൈറ്റ് മുക്കുകയും മറ്റൊന്നിന് വലിയ കേടുപാട് വരുത്തുകയും ഒരു ഗൈഡഡ് മിസൈൽ പട്രോൾ ക്രാഫ്റ്റിനെയൊക്കെ അമേരിക്ക നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്രകാരം ഈ കാലത്ത് അമേരിക്ക നടത്തിയ പല ഓപ്പറേഷനുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇറാൻ അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റം വരുത്തുകയുണ്ടായി. അങ്ങനെയാണ് ഇറാൻ്റെ അസിമെട്രിക് വാർഫെയറിൻ്റെ തുടക്കമുണ്ടാവുന്നത് എന്നും പറയാം. IRGCയുടെ റിപ്പോർട്ട് അനുസരിച്ച് എതിരാളിയുടെ എല്ലാ ദൗർബല്യങ്ങളും ലക്ഷ്യമാക്കിയും നമ്മുടെ ശേഷികളെ പരമാവധി ഉപയോഗപ്പെടുത്തിയും കൊണ്ടുള്ള ആക്രമണമായിരിക്കണം നടക്കേണ്ടത് എന്നതാണ്. ആധുനിക സാങ്കേതികവിദ്യ നേടാനും ക്രൂയിസ് മിസൈലുകൾ, മൈനുകൾ, അന്തർവാഹിനികൾ എന്നിവയൊക്കെ സ്വാഭാവിക രീതിയിൽ തന്നെ നടക്കുകയും എന്നാൽ അവയെ ശത്രുവിന് അറിയാത്ത രീതിയിൽ അപ്രതീക്ഷിതമായി ഉപയോഗിക്കുകയും ചെയ്താലേ ഇറാന് പിടിച്ചു നിൽക്കാനാവൂ എന്നും നിഗമനങ്ങൾ വന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് 1990കളിൽ ഇറാൻ്റെ ഭരണകൂടം പുനർനിർമ്മാണം നടത്തുകയും ദേശീയ പ്രതിരോധം ശക്തിപ്പെടുത്താനും ശ്രമങ്ങൾ ആരംഭിച്ചു.
യുദ്ധത്തിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന ലഭിച്ച സൈനിക വിഭാഗമായ IRGC അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രതിരോധ ബജറ്റിൻ്റെ വലിയൊരു വിഹിതം തന്നെ സ്വന്തമാക്കി. ഇറാൻ ആഭ്യന്തര നിർമ്മാണം വർദ്ധിപ്പിക്കുകയും റഷ്യ, ചൈന, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും ആരംഭിച്ചു. പേർഷ്യൻ ഗൾഫിൽ ശക്തരാവാനും ഏത് ആക്രമണത്തെയും നേരിടാൻ പറ്റണം എന്ന നിലയിലും നാവിക ആയുധങ്ങൾ ഇറാൻ വാങ്ങിക്കൂട്ടുകയാണ്. പരമ്പരാഗത നാവികസേനയായ IRIN സബ്മറൈനുകളും വാങ്ങുകയുണ്ടായി. പുതിയ ഉപകരണങ്ങളൊക്കെ ലഭിച്ചതോടെ ഇറാൻ അവരുടെ നാവിക തന്ത്രങ്ങളും വികസിപ്പിച്ചു. ആധുനിക കാലത്തെ എതിർ വ്യോമാക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന ദൗർബല്യം മനസ്സിലാക്കിയ ഇറാൻ കമാൻഡ് ഘടനയെ തന്നെ ഡീസെൻട്രലൈസ് ചെയ്യാനും ആരംഭിച്ചു. ഇതിലൂടെ മേൽത്തട്ടിൽ നിന്നുള്ള ആശയവിനിമയ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ടാലും പ്രതിരോധം തുടരുവാൻ കഴിയും. അസിമെട്രിക് വാർഫെയർ ഇറാൻ്റെ പ്രധാന പ്രതിരോധ ആശയമായി നിലകൊണ്ടതുപോലെ വേറെയും ആശയങ്ങൾ കാണാനാവും. അതിലൊന്നാണ് അനുകൂലമായ ഭൂമിശാസ്ത്ര സാഹചര്യം പ്രയോജനപ്പെടുത്തുക എന്നത്, അതുപോലെ പാസീവ് ഡിഫെൻസ് എന്നിവയൊക്കെ. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാസീവ് ഡിഫെൻസ് അതിനിർണായകമാണ്. ഇറാഖിനെതിരെയുള്ള അമേരിക്കൻ യുദ്ധത്തിൽ ഇറാഖിൻ്റെയൊക്കെ പ്രതിരോധ സംവിധാനം, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക ശക്തികൾ എന്നിവയൊക്കെ അമേരിക്കൻ വ്യോമശക്തി കൊണ്ട് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് എതിരാളിയുടെ ആദ്യ ആക്രമണത്തെ തടയാനും അഥവാ നേരിടാനും തുടർന്ന് തിരിച്ചടിക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കണം എന്ന് ഇറാൻ മനസ്സിലാക്കി. ഇത്തരമൊരു അവസ്ഥയിൽ നിന്നാണ് IRGC സേന പാസീവ് ഡിഫെൻസ് തന്ത്രങ്ങൾ രൂപീകരിച്ചത്. എതിരാളികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വീഴ്ചകളില്ലാത്ത സംവിധാനങ്ങൾ ഒരുക്കുക, ഉദാഹരണത്തിന് പ്രതിരോധ മേഖലയിൽ കാമഫ്ലാഗ്, മറച്ചു പിടിക്കുക, തന്ത്രപരമായ വ്യാജ സൂചനകൾ, വ്യാജ നിർമ്മിതികൾ എന്നിവയൊക്കെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്നത് ഇറാൻ്റെ തീരപ്രദേശം തന്നെയാണ്. ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒട്ടനവധി പ്രതിരോധ മേഖലകൾ ഉണ്ടെന്നാണ് കണക്ക്. പല ദ്വീപുകൾ അതുപോലെ ഭൂമിക്കടിയിലും വ്യാപകമായ സൈനിക ശേഷി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് എതിരാളികളുടെ ആദ്യ ആക്രമണങ്ങൾക്ക് ശേഷം തളർന്നു പോവാതെ തിരിച്ചടിക്കാൻ പറ്റുന്ന വിധം പ്രതിരോധമാണ് ഇറാൻ നിർമ്മിച്ചത് എന്നത് തന്നെ. പാസീവ് ഡിഫെൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇത് തന്നെ. ഇറാനേക്കാൾ വലിയ ശക്തിയുള്ള അമേരിക്കയൊക്കെ ഈ മേഖലകളിലേക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്രമണം നടത്തുക സാധ്യമല്ല. പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും അമേരിക്കയുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടാവുക എന്നും പറയാവുന്നതാണ്. പാസീവ് ഡിഫെൻസിനൊപ്പം തന്നെ ഇറാൻ മൊസൈക് ഡിഫെൻസ് പ്രധാന തന്ത്രമായി സ്വീകരിച്ചിട്ടുണ്ട്. ഈ തന്ത്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യമെന്നത് കമാൻഡ് ഘടനയെ ഡീസെൻട്രലൈസ് ചെയ്യുക എന്നതാണ്. ഇതിലൂടെ ഇറാനിയൻ മിലിറ്ററി ഫോഴ്സസ് പ്രാദേശിക യൂണിറ്റുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു. ആദ്യ ആക്രമണങ്ങളിലോ മറ്റോ കേന്ദ്ര കമാൻഡിൽ തകരാർ സംഭവിച്ചാലും പ്രതിരോധം തുടരാൻ ഇത് സഹായിക്കുന്നു. അതിലൂടെ അധികാരവും ഉത്തരവാദിത്വവും പല പ്രാദേശിക യൂണിറ്റുകളിലേക്ക് കൂടി നൽകപ്പെടുന്നു. അപ്രകാരം സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ ഇല്ലാതാക്കാനും പറ്റും. ഇറാൻ്റെ മറ്റൊരു തന്ത്രമാണ് ഡീസ്റ്റെബിലൈസേഷൻ എന്നത്. ലോകത്ത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് നിയന്ത്രണത്തിൽ വയ്ക്കുന്നതിലൂടെ അതിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട ഏതൊരു നടപടിയെടുത്താലും ഇറാന് യുദ്ധത്തെ ലോകത്തെ ആകെ ബാധിക്കുന്ന രീതിയിലേക്ക് ഉയർത്താൻ സാധിക്കും. അതുപോലെ തന്നെ ലോകത്ത് ക്രൂഡ് ഓയിൽ, LNG പോലുള്ള നിർണായക വിഭവങ്ങൾ നൽകുന്ന നിർണായക രാജ്യങ്ങൾ കൂടി പേർഷ്യൻ ഗൾഫിലുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ പങ്കെടുക്കുകയോ പരോക്ഷ പിന്തുണ നൽകിയാലോ ഒക്കെ ഇറാൻ ഇവരെ ആക്രമിക്കാം. പ്രത്യേകിച്ച് ഇത്തരം രാജ്യങ്ങളുടെ ഒട്ടനവധി പോർട്ടുകൾ, എണ്ണ ടെർമിനലുകൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ, സമ്പന്നമായ വിഭവങ്ങൾ എന്നിവയൊക്കെ ആക്രമിക്കാനും അതോടെ ഈ മേഖലയിലെ നിലവിലെ അവസ്ഥയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും ലോകത്താകെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുത്താനും ഇറാന് സാധിക്കും. അത് ലോകം ഇന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ ഫേവറബിൾ ജോഗ്രഫിയെ പരമാവധി ഉപയോഗിക്കാനും ഇറാൻ തന്ത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ പേർഷ്യൻ ഗൾഫിലെ വെള്ളത്തിൻ്റെ ആഴവും അതിൻ്റെ മേഖലയെയും അടിസ്ഥാനപ്പെടുത്തിയും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ്റെ തീരമേഖലകളിൽ പലയിടത്തും ചതുപ്പ് മേഖലകളുമൊക്കെ ഉണ്ടാവും. അവിടെ ചെറിയ ബോട്ടുകൾക്ക് മറഞ്ഞിരിക്കാനും പെട്ടെന്ന് മുന്നിട്ടിറങ്ങി ആക്രമണം നടത്താനും സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇറാന് 2 നാവിക വിഭാഗമുണ്ടല്ലോ. ഒന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി, 2 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി. ഇവർ പൊതുവെ സംയുക്തമായി ഇറാൻ്റെ നാവിക മേഖലകൾ നോക്കിയിരുന്നതുമാണ്. എന്നാൽ 2007 ശേഷം
ഇവിടെ ഒരു റീഓർഗനൈസേഷൻ കൊണ്ടുവരികയുണ്ടായി. അതിലൂടെ IRIN-നും IRGCN-നും വ്യക്തമായ പ്രവർത്തന മേഖലകൾ നൽകുകയുണ്ടായി. അതിൻ പ്രകാരം IRIN ഗൾഫ് ഓഫ് ഒമാൻ, കാസ്പിയൻ സീ എന്നിവിടങ്ങളിലും IRGCN അതിനിർണായകമായ പേർഷ്യൻ ഗൾഫിൻ്റെ ചുമതലയും നൽകുകയുണ്ടായി. ഇതിലൂടെ ലെയേർഡ് സ്ട്രക്ചർ ഓഫ് ഡിഫൻസും ഇറാൻ നടപ്പിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ IRIN-നും IRGCN-നും ചേർന്ന് നിലവിലുള്ള നാവിക ബേസുകളെ വികസിപ്പിക്കുകയും പുതിയത് നിർമ്മിക്കുക കൂടി ചെയ്യുന്നു. എതിരാളികൾക്ക് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും സൃഷ്ടിക്കാനാവരുത് എന്ന നിലയിലാണ് ഈ മേഖലയിൽ ഇറാൻ നേവിയുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. പരമ്പരാഗതമായ വലിയ യുദ്ധക്കപ്പലുകൾ, ഓക്സിലറി ഷിപ്പുകൾ പോലുള്ളവ ഓപ്പറേറ്റ് ചെയ്യുന്ന IRIN ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിൽ നിയന്ത്രണവും നീണ്ടകാലത്തേക്കുള്ള സമുദ്ര നിരീക്ഷണവും മറ്റുമൊക്കെ നടത്തുന്നു. അതേസമയം പേർഷ്യൻ ഗൾഫിൽ IRGCN ചെറിയ ബോട്ടുകളുടെ സേനയായി നിലകൊള്ളുന്നു. കടലിൽ അധിക സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ IRGCN-ൻ്റെ കുഞ്ഞൻ ബോട്ടുകളിൽ മിക്കതും അണ്ടർഗ്രൗണ്ട് മേഖലകളിൽ നിലകൊള്ളുന്നു എന്നുകൂടി പറയാറുണ്ട്. ഈ രീതിയിലുള്ള ഇറാൻ്റെ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഇറാൻ 3 ലക്ഷ്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അവയാണ് സ്വയം പര്യാപ്തത നേടുക, പ്രാദേശിക ശക്തിയായി മാറുക, ആക്രമണങ്ങളെ തടയാനുള്ള പ്രതിരോധം കെട്ടിപ്പടുത്തുക എന്നിവ. ഇനി ഒരു ആക്രമണമുണ്ടായാലും അതൊരു ലോക പ്രശ്നമാക്കി ഉയർത്താനും സാധിക്കുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ വലിയ തോതിൽ ശ്രദ്ധയും പതിപ്പിച്ചിട്ടുണ്ട്. അതിനായി നാവിക മേഖലയിൽ കാര്യമായ ആയുധ നിർമ്മാണങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി. വലിയ ശക്തികളെ പല വഴികൾ ഉപയോഗിച്ച് പരമാവധി തടയുക എന്ന നിലയിലാവും ഇറാൻ നീങ്ങുക.